ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്കയിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചു. നന്ദൻ നിലേക്കനി സമിതിക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. രാജ്യത്തെ യുവാക്കൾ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നേറുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. देश पहले बाकी सारी सुविधाएं बाद में, ये हमको सीमावर्ती गांवों में खास अनुभव आती है और इसलिए उद्देश्य ये था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करें. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ സ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപാദനം, കയറ്റുമതി, സൗഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദിനം രാജ്യത്തിന്റെ ധീരരായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ക്യാച്ച് ദ റെയിൻ സംരംഭത്തിന് കീഴിൽ മഴവെള്ള സംഭരണം, ഭൂഗർഭ ജല റീചാർജ്, പഴയ ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, വൃക്ഷത്തൈ നടീൽ എന്നിവ കൂടുതൽ മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൊട്ടടുത്തുള്ള കുളത്തിന്റെയോ കിണറിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ എറണാകുളത്തുള്ള സൗത്ത് ചിറ്റൂരിലുള്ള സ്കൂളിലെ കായിക അനുബന്ധ സംരംഭത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സ്കൂളിലെ സംസ്കൃതം ക്ലബിലൂടെ അധ്യാപകനായ അഭിലാഷ് വേറിട്ട രീതിയിൽ സംസ്കൃതത്തെ ജനപ്രിയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷര കംതുക എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പഠനം ആസ്വാദകരമാക്കുന്നതിനോടൊപ്പം കായിക രംഗവുമായുള്ള ബന്ധം വളർത്തുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ഓഗസ്റ്റ് 7-ന് ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതിലൂടെ നെയ്ത്തുകാരുടെ കഴിവിനെയും സർഗാത്മകതയെയും രാജ്യം ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നെയ്ത്തുകാരെ ആദരിക്കാനും വോക്കൽ ഫോർ ലോക്കൽ എന്ന മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂത്താമുള്ളി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പരമ്പരാഗത കൈത്തറി മേഖലയെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു. आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है, उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार भी मिल रहा है. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരങ്ക പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15-ന് മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു. इस तिरंगे में हमारे संविधान के आदर्श हैं. पिछले कुछ वर्षों में हर घर तिरंगा अभियान ने पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर, हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, പുനരുപയോഗ ഊർജ്ജം എന്നീ വകുപ്പുകളിലെ ചുമതലയും അദ്ദേഹം തുടർന്നും വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻപായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ജോലിക്ക് തയ്യാറാകുന്നതിന് മുൻപ് നിലവിലുള്ള സുരക്ഷാ അപകട സാധ്യതകൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. കരിങ്കടൽ മേഖല വഴി കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ 5 ഇന്ത്യൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. കപ്പലിന്റെ നിർദ്ദിഷ്ട പാത, അടുക്കുന്ന തുറമുഖങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അടിയന്തര പ്രതികരണ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തൊഴിലുടമകളിൽ നിന്നോ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നോ കപ്പൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ ശേഖരിക്കണം. കപ്പലിലെ ജീവനക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും അവരുമായി പതിവായ ആശയവിനിമയം നടത്തുകയും ചെയ്യണം. കോൺസുലാർ സഹായം ആവശ്യമായ ഇന്ത്യൻ പൗരന്മാർ ഈ മേഖലയിലെ ഇന്ത്യൻ എംബസിയുമായോ കോൺസുലേറ്റുകളുമായോ ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ MV Aegean റാഗ്നറുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതിയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യൻ പൗരന്മാരിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായും എംബസി വ്യക്തമാക്കി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺ വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സിംബാബ്വെ 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനം 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനബത്തിന് വെള്ളി മെഡൽ. 264 കിലോഗ്രാം ഉയർത്തിയാണ് ഋഷികാന്തയുടെ നേട്ടം. ഗെയിംസിൽ ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ മെഡലാണ് ഇത്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ സുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനാഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 8-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിലൂടെ യുവജനങ്ങളുമായി സംവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്കിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം.
കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.